ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 32. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗി പരമോ മദഃ. വിവർത്തനം. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും. സ്വാനുഭവം പ്രമാണമാക്കി ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നു പോകുന്നതാണ് ജീവന് ദുഃഖകാരണം. മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെയെന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിൻ്റെ കാരണം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ, ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനായ ജീവാത്മാവിന് താനും ഭഗവാനുമായുള്ള ബന്ധം വിസ്മരിക്കുമ്പോഴാണ് 3 വിധം ഭൗതിക ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഒരു ഉത്തമ യോഗിക്കറിയാം. കൃഷ്ണാവബോധം ആനന്ദകരമെന്ന അറിവുള്ളതുകൊണ്ട് അയാൾ മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. കൃഷ്ണാവബോധവാനാകേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവരെയും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമ യോഗിയത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സേവകനും അയാൾ തന്നെ. നജ തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമഃ. ഭഗവത്ഗീത 18:69. ഒരു ഭഗവത് ഭക്തൻ സകല ജീവജാലങ്ങളുടെയും ശ്രേയസ്സിനെ കാക്ഷിക്കുന്നതുകൊണ്ട് ഏവരുടെയും ഉത്തമ സുഹൃത്താണെന്നും പറയാം. അയാൾ തനിക്കു വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കു കൂടി വേണ്ടിയാണ് യോഗത്തിൽ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഉത്തമ യോഗിയായിത്തീർന്ന ആ ഭക്തൻ തൻ്റെ കൂടെയുള്ള ജീവാത്മാക്കളിൽ ഈർഷ്യാലുവല്ല. തൻ്റെ ഉത്കർഷത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു യോഗിക്കും ഭഗവത് ഭക്തനും തമ്മിൽ വ്യത്യാസമിതാണ്. ധ്യാനത്തിൽ പരിപൂർണമായി മുഴുകാൻ വേണ്ടി വിജനസ്ഥലത്ത് പോകുന്ന ഒരു യോഗി ഏവർക്കും കൃഷ്ണാവബോധമുള്ളവനാക്കാനായി ആവുന്നത്ര യത്നിച്ചു പോരുന്ന ഒരു ഭക്തനെ പോലെ പരിപൂർണനാകുന്നില്ല. ശ്ലോകം 33. അർജുന ഉവാച: യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. വിവർത്തനം. അർജുനൻ പറഞ്ഞു: ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങാവുന്നതല്ലെന്നും തോന്നുന്നു. ഭാവാർത്ഥം: ശുചൗ ദേശേ എന്നു തുടങ്ങി യോഗി പരമോമത എന്നുവരെയുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണ ഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ള ധ്യാനയോഗത്തെ അസാധ്യമാണെന്നു കരുതി അർജുനൻ നിരാകരിക്കുകയാണ്. വീടുവിട്ട് കാടിനകത്തോ മലമ്പ്രദേശത്തോ ഉള്ള ഒരു വിജനസ്ഥലത്ത് ചെന്നിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുക എന്നത് ഈ കലികാലത്തിൽ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഹ്രസ്വമായ ഒരു ജീവിതത്തിനു വേണ്ടി തന്നെ കടുത്ത പോരാട്ടം ചെയ്യേണ്ടി വരുന്ന കാലമാണിത്. ആത്മസാക്ഷാത്കാരത്തിനായി ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ പോലും സ്വീകരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ടാണോ ഇരിക്കാനുള്ള സ്ഥലം, ഇരിക്കേണ്ടുന്ന വിധം, ജീവിത രീതി ഇവയിൽ കർക്കശമായ നിയന്ത്രണം പാലിക്കേണ്ടതും മനസ്സിനെ ഭൗതിക താൽപ്പര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുമായ ദുഷ്കരമായ യോഗ പദ്ധതി അംഗീകരിക്കുന്നത്? അർജുനന് പല വിധത്തിലും മേന്മയുണ്ടെങ്കിലും ഒരു പ്രായോഗിക മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം യോഗാനുഷ്ഠാനം സാധ്യമല്ലെന്ന് കരുതുന്നു. രാജവംശജാതനും സദ്ഗുണ സമ്പന്നനും യുദ്ധവീരനും ആയുഷ്മാനും സർവോപരി പരമദിവ്യോത്തമ പുരുഷനുമായ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തുമാണ് അദ്ദേഹം. അന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു.
എന്നിട്ടും അർജുനൻ ഈ യോഗ പദ്ധതി നിരാകരിച്ചു. അദ്ദേഹം അത് അനുഷ്ഠിച്ചതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ഈ യോഗ പദ്ധതി കലിയുഗത്തിൽ അസാധ്യമായിട്ടാണ് കരുതേണ്ടത്. ദുർലഭം ചിലർക്ക് സാധിച്ചെന്നു വരാമെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് ദുഷ്കരം തന്നെ. 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നില ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നത്തെ കഥയെന്ത്? പല വിദ്യാലയങ്ങളിലും സംഘടനകളിലും യോഗാനുഷ്ഠാനം അനുകരിച്ചു പോരുന്നവർ അതിൽ സംതൃപ്തരാണെങ്കിൽ തന്നെയും തീർച്ചയായും സമയം പാഴാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അഭീഷ്ട ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം തീരെ അജ്ഞരാണവർ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.